സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ ഗൃഹവൈദ്യ അറിവുകളിലേക്ക് പ്രിയപ്പെട്ട മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് കഠിനമായ കഫക്കെട്ട്, ശ്വാസം തിങ്ങൽ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എളിയ അറിവാണ് നൽകുന്നത്. ഒന്ന്, ഇരട്ടി മധുരം ചിരിച്ചെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തിന്നുകൊണ്ടിരിക്കുന്നത്, അതിൻ്റെ നീര് ഇറക്കുന്നത് വളരെ നല്ലതാണ്. രണ്ട്, രാത്രി കിടക്കാൻ നേരത്ത് ഒരു ചുവന്ന ഉള്ളി, സബോളയല്ല ചെറിയ ഉള്ളി, അതിൻ്റെ തോല് കളഞ്ഞ് അതും അത്ര അളവിൽ കൽക്കണ്ടവും കൂടെ ചവച്ചരച്ച് തിന്നുക. പിന്നെ വായ കഴുകരുത്, വെള്ളം കുടിക്കരുത്. രാവിലെ കുറച്ച് കഫ ഇളകിപ്പോരും. അങ്ങനെ എല്ലാ ദിവസവും പതിവാക്കുക. ആ കഫക്കെട്ടിൽ നിന്ന് നമുക്ക് മോചനം നേടാം. കഴിഞ്ഞ ദിവസത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കരിമഞ്ഞളാണ്. കരിമഞ്ഞൾ കഷായം കുടിച്ചാൽ എയ്ഡ്സ് മാറും. നാളത്തെ ചോദ്യം, വായ്ക്കും വയറിനും ഫലപ്രദമായ ഒരു ഔഷധ വൃക്ഷമുണ്ട്, അതേതായിരിക്കും അത്? ഉത്തരം അറിയിക്കുക. കഴിഞ്ഞ ദിവസത്തെ ഉമ്മം എന്നെഴുതിയ ഉമ്മവും ഉമ്മത്തിൻ്റെ കായയും എല്ലാവർക്കും സമ്മാനം അയച്ചു തരുന്നതാണ്. അവരുടെയൊക്കെ അഡ്രസ്സ് അയക്കണം. പുസ്തകത്തിന് വേണ്ടി ഗൃഹവൈദ്യ പാഠപുസ്തകം വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇനി ഒരു സംശയവും ചോദിക്കേണ്ട, എല്ലാ ചോദ്യങ്ങൾക്കും അതിനകത്ത് ഉത്തരമുണ്ട്. ഒരെണ്ണം വീട്ടിൽ വാങ്ങി വെക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഗൃഹവൈദ്യ പാഠപുസ്തകം ആവശ്യമുള്ളവർ യൂട്യൂബിലൂടെ അന്വേഷിക്കുന്നവരും കൂടെ വാട്സപ്പിൽ ഒന്ന് അറിയിക്കണം. തീർച്ചയായിട്ടും പുസ്തകം അയച്ചു തരാം. ഓൺലൈൻ ക്ലാസ് വളരെ നല്ലതാണെന്ന് പറഞ്ഞ് ആളുകൾ നല്ല അഭിപ്രായങ്ങൾ പറയുന്നു. ഇനിയും കയറാനും പഠിക്കാനും ആഗ്രഹമുള്ളവർക്ക് കയറാവുന്നതാണ്. നന്ദി, നമസ്കാരം. സാർ, ഒരു നവജാത ശിശുവിൻ്റെ പരിപാലനം എങ്ങനെ ആയിരിക്കണമെന്ന വിഷയത്തെപ്പറ്റി ഇന്ന് സാറ് ക്ലാസ് എടുത്ത് വളരെ വളരെ പ്രയോജനപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ. അതോടൊപ്പം തന്നെ അമ്മയെ എങ്ങനെ പരിചരിക്കണം, കുട്ടിയെ എങ്ങനെ പരിചരിക്കണം, കുട്ടിയുടെ ഓരോ ഘട്ടത്തിലെയും അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ സാർ പറഞ്ഞു തന്നു. ഏറെ സൂക്ഷ്മാംശങ്ങൾ പോലും വളരെ ശ്രദ്ധിച്ചാണ് ക്ലാസ് സാർ ഓരോ വിഷയത്തെപ്പറ്റിയും സാർ ക്ലാസ് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ് വളരെ വളരെ പ്രയോജനം ചെയ്തു ഞങ്ങൾക്ക്. വളരെയേറെ നന്ദി സാർ, ഈ പുതിയ അറിവുകൾ പകർന്നു തരുന്നതിന്.